റഹീമിന്റെ മോചനത്തിനായി ഇനിയും 1.5 വർഷം കൂടി കാത്തിരിക്കണം. ഇപ്പോൾ റഹീമിന്റെ അമ്മ അതിവൈകാരികമായി പ്രതികരിക്കുകയാണ്. ഈ അമ്മ റഹീമിനെ കാണാനായി ജയിലിലെത്തിയിരുന്നു. പക്ഷേ റഹീം അന്ന് കാണാൻ മുതിർന്നിരുന്നില്ല. അന്നും അമ്മ ഏറെ പ്രതീക്ഷയോടെയാണ് പറഞ്ഞത്, മകന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അന്ന് അവൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല, എന്നെ കാണാതിരിക്കില്ല എന്നൊക്കെ അന്ന് അമ്മ പറയുന്നത് നമ്മൾ കേട്ടിരുന്നതാണ്. ഇപ്പോഴിതാ ഈ മോചനത്തിനായി 1.5 വർഷം കൂടി കാത്തിരിക്കണമെന്ന വാർത്ത വരുമ്പോൾ അമ്മ കരയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ സകല പ്രതീക്ഷകളും ഒരുപക്ഷെ നഷ്ടപ്പെട്ടു എന്ന തോന്നലിലായിരിക്കാം ഈ ഒരു കണ്ണീർ. ആളുകളൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. റഹീമിന്റെ അമ്മയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. 1.5 വർഷം കൂടി വേണം ഇനിയും റഹീം ജയിൽ മോചിതനാകണമെങ്കിൽ. ബൊച്ചയുടെ നേതൃത്വത്തിലാണ് നമ്മൾ മോചന ദ്രവ്യമൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തത്. അത് നമുക്കിപ്പോൾ മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് ഈ സ്ഥലത്ത് നിന്ന്. ഷഹീദ്, ഉമ്മ വളരെയധികം കരയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഉമ്മയുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു എന്ന തോന്നലിലാകാം മകൻ വരാൻ ഇനിയും സമയമെടുക്കുമെന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് അമ്മ കരയുന്നത്. എന്താണ് റഹീം ഇവിടെ കാണുന്നത്? ജലക്ഷ്മി, വൈകാരികമായ സന്ദർഭമാണ്. ആ സാഹചര്യത്തിലാണ് കുടുംബം കടന്നു പോകുന്നത്. ഉമ്മയാണ്, ഉമ്മയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉമ്മ കരയുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്ന് അല്ലെങ്കിൽ നാളെ റഹീമിൻ്റെ മോചനം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. 18 വർഷത്തോളമായി റിയാദിൽ ജയിലിൽ കഴിയുകയാണ്. പക്ഷേ ഇനിയും കുറച്ച് മാസങ്ങൾ കൂടി ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു വൈകാരികമായ അനുഭവം ആണ് ഉമ്മ ഇവിടെ നിന്നും പങ്കുവെക്കുന്നത്. ഉമ്മ നമ്മളോട് സംസാരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ കുട്ടീനെ കണ്ടാലല്ല എനിക്ക് സമാധാനം. ഞങ്ങൾക്ക് എൻ്റെ കുട്ടിയെ കണ്ടാൽ മതി. എത്ര എന്തെല്ലാം പറഞ്ഞങ്ങളൊക്കെ പറ്റിച്ച് മക്കളെ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇത്ര മാസം കഴിഞ്ഞാൽ ഞാൻ കഴിച്ചിലാക്കി. എൻ്റെ ഇമാമ നിർത്തി തന്നെ എനിക്ക് മരിക്കോൾ നിർത്തി തരത്തോളം പോയി. കുറച്ച് മാസങ്ങൾ കൂടി മതി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ജയിൽമോചിതനാവുന്നതാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. എത്തി കാണട്ടെ. സന്തോഷിച്ച് ഞാൻ സന്തോഷിക്കേണ്ട കുട്ടി കാണട്ടെ. കുട്ടിക്ക് തന്നെ മോചനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി. മന്ത്രി കുട്ടിയെ കാണട്ടെ. അന്നേരം ഞാൻ ഓരോ നിന്നേ ജലക്ഷ്മി, മകനെ കണ്ടാൽ മതി, മകനെ കണ്ടിട്ട് കണ്ണടയ്ക്കണം എന്നുള്ളതാണ് അമ്മ പ്രതികരിക്കുന്നത്. നിയമസഹായ കമ്മിറ്റി ഉണ്ട്. വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അതിന് ഞങ്ങൾക്കതിൻ്റെ പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് കിട്ടിയ വിവരപ്രകാരം വളരെ സന്തോഷകരമാണ്. 20 വർഷത്തെ തടവാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ഏകദേശം 19 വർഷത്തോളമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ വിവരങ്ങൾ ജഡ്ജ്മെൻറ്റ് കിട്ടിയതിന് ശേഷം നിയമ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഞങ്ങളുടെ റിയാദ് കമ്മിറ്റിയുമായി കൂടിയാലോചിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കൃത്യമായ വിവരം മാധ്യമങ്ങളോട് പറയാനുള്ളത്. ഈ ഇന്ന് കിട്ടിയ വിധി നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്.